നമസ്കാരം. ഇന്ന് ജൂലൈ 15 വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ. 2011 ഇന്ത്യൻ നാഷണൽ പ്ലാസ്റ്റിക് സർജറി അസോസിയേഷൻ ഒരു നാഷണൽ പ്ലാസ്റ്റിക് സർജറി ഡേ ആയിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ പല രാജ്യങ്ങളിലെയും പ്ലാസ്റ്റിക് സർജൻ അസോസിയേഷൻസ് ഏറ്റെടുത്ത് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ആയി ആചരിക്കുന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് തന്നെ സാധാരണക്കാരിൽ പ്ലാസ്റ്റിക് സർജറി എന്താണെന്നും പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ 1400-ലേറെ പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്. 10 ലക്ഷത്തിലേറെ പ്ലാസ്റ്റിക് സർജറീസ് ഒരു വർഷം നടക്കുന്നുണ്ട്. എന്നാലും സാധാരണക്കാർക്കും എസ്പെഷ്യലി ചില മറ്റ് ഡോക്ടേഴ്സിന് വരെ പ്ലാസ്റ്റിക് സർജറിയിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണയില്ല. പലപ്പോഴും പ്ലാസ്റ്റിക് സർജറി വെറും കോസ്മെറ്റിക് സർജറി മാത്രമാണെന്നുള്ളൊരു തെറ്റായ ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. ഈ പ്ലാസ്റ്റിക് സർജറിയിൽ മെയിനായിട്ട് റീകൺസ്ട്രക്റ്റീവ് സർജറി, കോസ്മെറ്റിക് സർജറി എന്ന് സെപ്പറേറ്റ് ചെയ്യാം. റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ ഉൾപ്പെടുന്നത് നമ്മുടെ ആക്സിഡൻറ്റ് മൂലം അല്ലെങ്കിൽ ബേൺസ് അല്ലെങ്കിൽ കഞ്ചനിറ്റലായിട്ടുള്ള ഈ വൈകല്യങ്ങൾ നമ്മൾ പുനർനിർമ്മാണം ചെയ്യുന്ന സർജറീസിനാണ് ഈ റീകൺസ്ട്രക്റ്റീവ് സർജറീസിന് ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് മൂലം ദശ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നും ദശ പുനർനിർമ്മാണം ചെയ്യുന്ന പലതരം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ ജന്മനാലുള്ള വൈകല്യങ്ങൾ, മുറിച്ചുണ്ട്, ഒട്ടുവിരൽ, അതുപോലെ തന്നെ തലതൊട്ട് പാദം വരെയുള്ള വൈകല്യങ്ങൾ ചികിത്സിക്കാനുള്ള പ്രൊസീജിയേഴ്സ് റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ ഇതിലാണ് പെടുന്നത്. കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ ഒരു സൗന്ദര്യവർദ്ധന സർജറി മാത്രമല്ലാതെ പലപ്പോഴും അതൊരു ജീവിത നിലവാരം കൂട്ടുന്ന സർജറീസ് ആവാറുണ്ട്. ഉദാഹരണത്തിന് പുരുഷസ്തനം എന്നുള്ളൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ആണുങ്ങളിൽ, അസാധാരണമായ ഒരു ആണുങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥലവളർച്ച. അപ്പോൾ ഇതൊരു വെറും ഒരു സൗന്ദര്യ പ്രശ്നമല്ല. അത് പലപ്പോഴും അവരുടെ ഈ അപകർഷതാബോധവും അജാള്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമായിട്ട് മാറാറുണ്ട്. പലപ്പോഴും അത് അവർ ഡിപ്രഷനിലോട്ട് വരെ നയിക്കുന്ന ഒരു ഇഷ്യൂ ആക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്ഷൻ കഴിഞ്ഞ് അവർക്കൊരു പുതിയ ജീവിതം കിട്ടിയ പോലെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള സ്തന വളർച്ച, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോസ്മെറ്റിക് സർജറി പ്രൊസീജിയേഴ്സിലൂടെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മുടി തൊട്ട് തലമുടി തൊട്ട് കാൽപാദം വരെയുള്ള പല സർജറീസും പ്ലാസ്റ്റിക് സർജറിയുടെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചോ പ്ലാസ്റ്റിക് സർജറി ഈ പ്രൊസീജിയേഴ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.